ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ 7 സ്റ്റെപ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ 7 സ്റ്റെപ്പ് എന്ന് പറയുമ്പം 7 സ്റ്റെപ്സ് ഉണ്ടല്ലോ, കുറേ അധികം ഉണ്ടോയെന്നൊന്നും നിങ്ങൾ വിചാരിക്കണം. ഭയങ്കര സിമ്പിളാണ്. നമ്മളൊക്കെ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്നതാണ്. അതേ സെയിം സ്കിൻ കെയർ റുട്ടീനാണ്, പക്ഷേ എങ്കിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് അവരുടെ സ്കിൻ എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പാണ് മറ്റ് സ്കിൻ ടൈപ്സ് ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇവരുടെ സ്കിൻ ടൈപ്പിനും ആദ്യമേ ചെയ്യേണ്ട സ്കിൻ കെയർ റുട്ടീൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ക്ലെൻസ് ചെയ്യുക. അപ്പോൾ ക്ലെൻസ് ചെയ്യുമ്പം, അതായത് നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുമ്പം വളരെ ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസേഴ്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ എപ്പോഴും ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ മാക്സിമം ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസർ വേണം, അതോടൊപ്പം തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് അവരുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുള്ളൂ. ഫ്രാഗ്രൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അവർ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു എഫക്ട്സ്, അതായത് ഹാം ആയിട്ടുള്ള എഫക്ട്സ് ഒക്കെ ചെയ്യും. അതായത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇച്ചിങ്, ഇറിറ്റേഷൻ അല്ലെങ്കിൽ റെഡ്നെസ്, അല്ലെങ്കിൽ ഇനി ചില കേസിൽ ബേണിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എപ്പോഴും ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്ട്രാക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിക്ക് ഹൈഡ്രേഷൻ, നമ്മുടെ സ്കിന്നിനൊരു സൂത്തിങ് എഫക്റ്റ് ഒക്കെ നൽകുന്ന, അതായത് എസ്പെഷ്യലി ഇൻഗ്രീഡിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അലോവേറ, അതുപോലെ തന്നെ ചാമോമൈൽ എന്നൊക്കെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ജെൻറ്റിലായിട്ടുള്ള ഒരു ക്ലെൻസർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ സെറ്റഫിലിൻ്റെ ക്ലെൻസറൊക്കെ വളരെ ജെൻറ്റിലാണ് കേട്ടോ. അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് യാതൊരുവിധ തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ലാണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ഒക്കെയാണ്. അപ്പോൾ സെറ്റഫിലിൻ്റെ ജെൻറ്റിൽ ക്ലെൻസേഴ്സ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസേഴ്സും അതോടൊപ്പം തന്നെ ടോണേഴ്സ് ആണെങ്കിലും സിറംസ് ആണെങ്കിലും എല്ലാം തന്നെ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഈസി ആയിട്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ടോൺ ചെയ്യുക. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോണർ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നല്ലോണം പാട്രി ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം സ്പ്രേ ഔട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ബെറ്റർ. ഇപ്പം നമുക്ക് ടോണർ അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോണർ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ റോസ് വാട്ടർ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് കാം ചെയ്യാനും നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ pHൻ്റെ ബാലൻസ് ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ ടോണർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാൻ പറ്റിയ ടോണേഴ്സും പിന്നെ ഈ റോസ് വാട്ടറിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ കൊടുത്തേക്കാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ സിറംസ് അപ്ലൈ ചെയ്യണം. അതായത് സിറംസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പം എപ്പോഴും നിങ്ങളുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്കിൻ കണ്ടീഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള സിറംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് കോൺസെൻട്രേഷൻ ലെവൽ കൂടിയ സിറംസ് യൂസ് ചെയ്യരുത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി മാത്രമായിട്ടുള്ള സിറംസ് യൂസ് ചെയ്യുക. ബിഗിനേഴ്സിന് പറ്റുന്ന കോൺസെൻട്രേഷൻ ലെവൽ എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 5ഉം 10 എന്നൊക്കെ പറയുന്നത് ബിഗിനർ ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതിൽ കൂടുതലൊക്കെ വരികയാണെങ്കിൽ ഭയങ്കരമായിട്ട് അവരുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിറംസ് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ സെൻസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഇച്ചിങ്, ഇറിറ്റേഷൻ, ബേണിംഗ് ഒന്നും ഉണ്ടാക്കാത്ത, ബ്രേക്ക്ഔട്ട്സ് ഒന്നും ഉണ്ടാക്കാത്ത സിറംസ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സിറംസ് യൂസ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നല്ലൊരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ സൂത്തിങ് എഫക്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സിറംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ്, അതായത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഹൈലറോണിക് ആസിഡ്, അതോടൊപ്പം തന്നെ ഗ്ലിസറിൻ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടില്ല. ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ആ ഒരു മോയ്സ്ചർ ലെവലൊക്കെ നല്ലോണം റീറ്റെയിൻ ചെയ്ത് ലോക്ക് ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ട്. ഗ്ലിസറിൻ ആണെങ്കിൽ മോയ്സ്ചർ ലെവൽ ലോസ് ആവുന്നത് തടയും കേട്ടോ. അപ്പം നല്ല രീതിക്ക് ഹൈഡ്രേഷൻ ആൻഡ് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് ഗ്ലിസറിൻ ആൻഡ് ഹൈലറോണിക് ആസിഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള സിറംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുമ്പം ഓവർ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ സെൻറ്റ് ഒന്നും ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാക്സിമം ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ നിങ്ങൾക്ക്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 3 സ്റ്റെപ്സ് പറഞ്ഞു. ഇനി ആസ് യൂഷ്വൽ എല്ലാ സ്കിൻ ടൈപ്പുകാരും ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കണം. അപ്പോൾ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു നറിഷ്മെൻറ്റും ഹൈഡ്രേഷനും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഡാമേജ് ഒക്കെ റിക്കവർ ചെയ്യുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. എപ്പോഴും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് കുറച്ചൊരു ക്രീമി ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ കേട്ടോ. ഇനിയിപ്പോൾ ഓയിലി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ജെൽ ബേസ് ഒക്കെ വരുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റ് തന്നെ ചൂസ് ചെയ്യാൻ ഞാൻ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് 100ൽ പരം കെമിക്കൽ കോമ്പോണൻസിൻ്റെ ഇൻഫ്യൂഷനാണ്. സോ മിക്ക കേസിലും എല്ലാവർക്കും തന്നെ
സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർ ഫ്രാഗ്രൻസ് ഉള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. സോ ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആൽക്കഹോൾ ഫ്രീ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ആൽക്കഹോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ മോയ്സ്ചറൈസറാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് വീണ്ടും ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത്. സോ ഡ്രൈനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൽക്കഹോൾ ഫ്രീ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലറോണിക് ആസിഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. മേ ബി ചില സ്കിന്നുകാർക്ക് സാലിസിലിക് ആസിഡ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പം സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ബേണിംഗ് സെൻസേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും കേട്ടോ. അപ്പോൾ സാലിസിലിക് ആസിഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ലെവൽ ഭയങ്കര കുറവുള്ളത് മാത്രം യൂസ് ചെയ്യുക. ഹൈ കോൺസെൻട്രേഷൻ ലെവൽ ആദ്യമേ തന്നെ നിങ്ങളുടെ ഫേസിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ, സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ മോയ്സ്ചറൈസറിൻ്റെ കാര്യത്തിലും ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മോയ്സ്ചറൈസർ കഴിഞ്ഞു, 4 സ്റ്റെപ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൺസേൺ ചെയ്യുക. എനിക്ക് തോന്നുന്നു സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് നമ്മുടെ ന്യൂട്രോജീനയുടെയും അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ എന്ന് വെച്ചാൽ വിഷ് കെയർ വലിയ കുഴപ്പമില്ല. അടുത്തത് ഡെർമാക്കോ. ഓക്കെ, ഡെർമാക്കോ ഒന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, SPF ഫാക്ടർ അതായത് 50 അല്ലെങ്കിൽ 50 എബോവ് എങ്കിലും ഉള്ള സൺസ്ക്രീൻസ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ PAയുടെ എമൗണ്ട് അല്ലെങ്കിൽ ഫാക്ടറൊക്കെ നോക്കുകയാണെങ്കിൽ $++ എങ്കിലും മിനിമം ഉള്ള PA ഉള്ള സൺസ്ക്രീൻസ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി. സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോഴും ഹൈലറോണിക് ആസിഡ് പോലുള്ള ഇൻഗ്രീഡിയൻസ്, ഗ്ലിസറിൻ പോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ മെയിൻലി എനിക്ക് കുറേ അധികം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാലും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സ്റ്റെറിക് ആസിഡ്. നോർമലി സ്റ്റെറിക് ആസിഡ് നമ്മൾ മോയ്സ്ചറൈസറിലും ക്രീമിലും ഒരു വൈറ്റനിങ് ഒക്കെ കൊണ്ടുവരാൻ, നമ്മുടെ സ്കിന്നിനൊരു ബ്രൈറ്റ്നസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ സ്റ്റെറിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കുറേ അധികം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് സ്റ്റെറിക് ആസിഡ് ഇൻക്ലൂഡഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു റെഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ചൊറിച്ചിലൊക്കെ പോലെ. ഇനി അടുത്തായിട്ട് നമ്മൾ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും വാഷ് ചെയ്തിട്ട് റീഅപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ. അല്ലാണ്ട് നമ്മൾ ഇട്ടതിൻ്റെ പുറത്ത് തന്നെ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പോഴ്സ് ക്ലോഗ്ഡ് ആവും. മറ്റുള്ള സ്കിന്നുകാരെക്കാട്ടിലും ഇവരുടെ പോഴ്സൊക്കെ ക്ലോഗ്ഡ് ചെയ്ത് കഴിയുമ്പം ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരും. പിമ്പിൾസ് വന്നാലും സാധാരണ സ്കിന്നുകാരുടെ പോലെ പെട്ടെന്നൊന്നും അതിനൊരു ശമനമൊന്നും വരില്ല കേട്ടോ, ഭയങ്കര ഡേഞ്ചർ ആയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമ്മുടെ സ്കിന്നിന് SPF കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് നിങ്ങളുടെ ലിപ്സിനും നിങ്ങൾ SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. എപ്പോഴും ഒരു SPF 20+ അല്ലെങ്കിൽ 30 ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുക. നൈറ്റ് ടൈമിൽ SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. ഡേ ടൈമിൽ മസ്റ്റായിട്ടും അങ്ങനത്തെ ലിപ് ബാംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ടിൻറ്റഡ് ലിപ് ബാം യൂസ് ചെയ്യാം, പക്ഷേ ടിൻറ്റഡ് ലിപ് ബാംസിൽ നമ്മുടെ ചുണ്ട് കറുക്കോ പിഗ്മെൻറ്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ടോ, അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആയുർവേദിക് അല്ലെങ്കിൽ നമ്മുടെ ലിപ്സിന് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല എമൗണ്ടിലുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ കണ്ടിട്ട് ടിൻറ്റഡ് ആണ് ലിപ്സ്റ്റിക് ഇടണ്ടെന്നുള്ള പകരം ചീപ്പായിട്ടുള്ള ലിപ് ബാംസ് ഒക്കെ യൂസ് ചെയ്താൽ ശരിക്കും 8ൻ്റെ പണി കിട്ടും കേട്ടോ. അപ്പോൾ ലിപ് ബാം യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മുടെ ലിപ്സ് നറിഷ്ഡ് ആക്കി വെക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ടോണർ പ്രൊവൈഡ് ചെയ്യുമ്പം അല്ലാതെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഹൈഡ്രേഷൻ കിട്ടും. അറ്റ് ദ സെയിം ടൈം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രേഷൻ കിട്ടും. പക്ഷേ നമുക്ക് എക്സാക്റ്റ് വേയിൽ ഹൈഡ്രേഷൻ കിട്ടുന്ന ഒരു വഴി എന്ന് വെച്ചാൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, പ്ലെൻറ്റി ഓഫ് വാട്ടർ. അതായത് വാട്ടർ നല്ല രീതിക്ക് നിങ്ങൾ കുടിക്കുക. അപ്പോൾ വാട്ടർ കുടിക്കുന്ന സമയം എത്രത്തോളം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം നീഡഡ് ക്വാണ്ടിറ്റി നമ്മൾ ഇടവിട്ടൊക്കെ കുടിച്ചാൽ മതി. കണ്ടിന്യൂസ്ലി വാട്ടർ കുടിക്കണം എന്നൊന്നും ഞാൻ പറയുകയില്ല. അപ്പോൾ നാച്ചുറൽ വേയിൽ നമുക്ക് നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ വെള്ളം നല്ല രീതിക്ക് കുടിക്കുക എന്നാണ്. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മിനിമം ഒരു 2 ലിറ്ററെങ്കിലും പെർ ഡേ കുടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇപ്പം മാക്സിമം പറയുന്നത് 3 ലിറ്ററെങ്കിലും കുടിക്കണം എന്നാണ്, 3 ലിറ്ററെങ്കിലും. പക്ഷേ 3 ലിറ്റർ നിങ്ങളെ കൊണ്ട് കുടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള 7 ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ഫോർ ആർക്കാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോർമലി കമ്പയർ ടു അതർ സ്കിൻ ടൈപ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ആകെപ്പാടെ ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് വൈസും പിന്നെ നമ്മുടെ റുട്ടീനൊക്കെ നമ്മൾ നല്ല രീതിക്ക് ഒന്ന് കെയർഫുൾ ആയിരിക്കണം.
അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പ്രൊഡക്ട്സ് സ്കിൻ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്താലും ഈ സൺസ്ക്രീനിൻ്റെ ഒക്കെ അംശം നമ്മുടെ സ്കിന്നിൽ നല്ല രീതിക്ക് തങ്ങിക്കിടക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഡബിൾ ക്ലെൻസിങ്, അതായത് ക്ലെൻസിങ് ബാം ഒക്കെ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് വാഷ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ ഡബിൾ ക്ലെൻസിങ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാത്ത പക്ഷം നമ്മുടെ സ്കിന്നിൽ നിന്ന് ഈ പ്രൊഡക്ട്സിൻ്റെ ഒന്നും എക്സാക്റ്റ് എന്താ പറയുക ഉള്ള ഫുൾ ക്വാണ്ടിറ്റി ഒന്നും നമ്മുടെ നോർമൽ ഫേസ് വാഷ് വെച്ച് നമ്മൾ വാഷ് ഓഫ് ചെയ്താലും മേ ബി ചിലപ്പോൾ പൊയ്ക്കോളണം എന്നില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ നല്ല രീതിക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മളൊരു വാഷിംഗ് ടൈമിലേക്ക് വരുമ്പോൾ ഡബിൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 7 സ്കിൻ കെയർ റുട്ടീൻസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാതെ വരയ്ക്കും.